ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിങ്ങൾക്കും വന്നിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ YT സ്റ്റുഡിയോ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ എല്ലാം ഇപ്പോൾ കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ കമൻസ് എല്ലാം വന്നിരിക്കുന്നുണ്ട്. അതിന് മുകളിലായി ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ കമൻസ് ടു ഹാർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ഹാർട്ടിൻ്റെ സിമ്പൽ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കമൻസിനെല്ലാം തന്നെ ഒരു ഹാർട്ട് എല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ നമ്മൾക്ക് നേരത്തെ വന്നിട്ടുള്ള, നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഹാർട്ടൊന്നും കൊടുത്തിട്ടില്ലാത്ത ഈ ഒരു കമൻസിനെല്ലാം ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോരോ കമൻറ്റിനല്ലാതെ എല്ലാ കമൻറ്റ് കൂടി നിങ്ങൾക്കൊരു ഹാർട്ടെല്ലാം കൊടുക്കണമെങ്കിൽ, അതായത് ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ കമൻറ്റിനും നിങ്ങൾക്ക് ബൾക്കായി ഇത് ചെയ്യണമെങ്കിൽ ഇതിനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിനായി നമ്മൾ ഇവിടെ ഈ ഒരു വ്യൂ കമൻറ്റ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തതായ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഹാർട്ടൊന്നും കൊടുത്തിട്ടില്ലാത്ത ഒരുപാട് കമൻറ്റ്സ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും താഴത്ത് വന്നിരിക്കുന്ന ആഡ് ഹേർട്സ് ടു ഓൾ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരിക്കൽ കൂടി ഇത് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ ആഡ് ഹേർട്സ് എന്നത് ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് കാണാം, നമുക്ക് വന്നിരിക്കുന്ന എല്ലാ കമൻറ്റിലും ഇതുപോലെ ഈ ഒരു ഹാർട്ട് എല്ലാം തന്നെ പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മുടെ നേരത്തെ നമുക്ക് കമൻറ്റ് ചെയ്തവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഒറ്റയടിക്ക് നമുക്ക് വന്നിരിക്കുന്ന എല്ലാ കമൻറ്റിനും ഒരു ഹാർട്ട് എല്ലാം പോകുമ്പോൾ അവർ ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു കമൻ്റ് എല്ലാം തന്നെ അവർക്ക് പോപ്പപ്പ് ആകും, നമ്മൾ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ അവർ നമ്മുടെ ഈ ഒരു ചാനലെല്ലാം വീണ്ടും കാണാനും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എല്ലാം വീണ്ടും റിപ്പീറ്റായി കാണാനും അതുപോലെ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അതിനാൽ തന്നെ നമ്മുടെ എൻഗേജ്മെൻ്റ് എല്ലാം ഇവിടെ വർദ്ധിക്കാനും ഈ ഒരു സെറ്റിംഗ് എല്ലാം നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ തന്നെ ഈ ഒരു സെറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. വന്നവർ ഇപ്പോൾ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.